ഇന്നലെ വരെ സഖാവ് ആയിരുന്ന ജി സുധാകരൻ ഇപ്പോൾ വർഗവഞ്ചകനാണ്. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയനാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതിശയോക്തിയാണെന്ന് കരുതും. പക്ഷെ വാസ്തവം അങ്ങനെ തന്നെ അല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്വന്തം നാട്ടുകാരനായ VS അച്യുതാനന്ദനെ തള്ളി പറഞ്ഞുകൊണ്ടാണ് പിണറായി പക്ഷത്ത് നിന്നുകൊണ്ട് ജി സുധാകരൻ അവിടെ ആലപ്പുഴയിൽ പട നയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സുധാകരൻ ഒരു വേള ആഗ്രഹിച്ചിട്ടുണ്ടാകും പിണറായി വിജയൻ ഒരു തവണ മുഖ്യമന്ത്രിയായി അടുത്ത തവണ മുഖ്യമന്ത്രിയാകുമ്പോൾ അല്ലെങ്കിൽ നിർണായകമായ പദവി തനിക്കുണ്ടാകും. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ സീനിയോറിറ്റിയുള്ള രണ്ട് തലപ്പൊക്കമുള്ള നേതാക്കളൊന്നും ജി സുധാകരനും തോമസ് ഐസക്കും ആയിരുന്നു. പക്ഷെ ഈ നേതാക്കളെയൊക്കെ പാടി വെട്ടി നിരത്തിക്കൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള പലരെയും മന്ത്രി പദവിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു. അതിലൊരാളിപ്പോ മരുമകനാണ്. ജി സുധാകരൻ കൈയാളിക്കൊണ്ടിരുന്ന പൊതുമരാമത്ത് വകുപ്പ് ഇപ്പോ മരുമകൻ കൈയാളുന്നു. അപ്പൊ ഇതിലൊക്കെ ഉള്ള നഷ്ടബോധം ജി സുധാകരനെ പോലെ ഇത്രയും പരിണതപ്രജ്ഞനായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവിനെ വാസ്തവത്തിൽ താൻ ഒരു നിർണായക ഘട്ടത്തിൽ അവഗണിക്കപ്പെട്ടു, തന്നെ അടക്കമുള്ള നേതാക്കളെ ഒഴിവാക്കി വിട്ടു, പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടു എന്നൊരു തോന്നൽ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ സുധാകരൻ ഇപ്പോൾ പാർട്ടി വിടുന്നതിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം അത് പിണറായി വിജയനാണെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. പിണറായി എന്ന് പറയുമ്പോൾ ഒരൊറ്റ പാർട്ടി, ഒരൊറ്റ നേതാവേ ഉള്ളൂ എന്നുള്ള ആ ഒരു സ്റ്റാലിൻ ശൈലിയാണെന്ന് പിണറായി കേരളത്തിലെടുക്കുന്നത്. ഞാൻ പറയും, നിങ്ങൾ അനുസരിക്കുക. ആ ഒരു രീതിയിൽ പോകുന്നത് കൊണ്ടാണ് ബുദ്ധിമാനായ സുധാകരൻ, അദ്ദേഹം നല്ല കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുന്ന, ഒരു സൈഡിൽ കമ്മ്യൂണിസവും മറു സൈഡിൽ ആധ്യാത്മികമായി നടക്കുന്ന ഒരു സഖാവ് ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് ജി സുധാകരൻ എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് മന്ത്രി, PWD മന്ത്രിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ടെൻഷൻ സമയങ്ങൾ വരുമ്പോൾ അദ്ദേഹം രാമായണം വായിക്കും. അത് എന്തിനേറെ പറയണം, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചില സ്റ്റാഫുകളെ കണ്ടപ്പോൾ ആഹാരത്തിന് മുമ്പേ അദ്ദേഹം 10-12 വരെ ലക്ഷ്മി സഹസ്രനാമം ചൊല്ലും. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലെ ആധ്യാത്മികതയും പുറത്തുള്ള വിപ്ലവവും ഉള്ള നല്ലൊരു ശക്തനായ അടിയുറച്ച മാർക്സിയൻ ചിന്താഗതിക്കാരനായിരുന്നു സുധാകരൻ. അപ്പോൾ ആ സുധാകരനെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗോവിന്ദൻ മാഷും തള്ളിപ്പറയുന്നത് വളരെ ഗതികേടാണ്. കാരണം പാർട്ടിക്ക് വേണ്ടി അങ്ങേയറ്റം ത്യാഗം ചെയ്തൊരു കുടുംബം. അദ്ദേഹത്തിൻ്റെ അനുജനെ 77 കാലഘട്ടങ്ങളിൽ KSCക്കാർ വണ്ടിക്കകത്ത് നിന്ന് വലിച്ചിറക്കിയിട്ട് അടിച്ച് കൊന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യമുള്ള കുടുംബമാണ്. നമ്മളൊക്കെ ഈ നെൽക്കതിര് തലയിലിട്ട് അടിക്കുന്ന പോലെ 2 കാലിലും 4-5 SFIക്കാർ തൂക്കിയെടുത്ത് തല തറയ്ക്കടിച്ച് മുട്ട പൊട്ടുന്നത് പോലെ തല പൊട്ടി. അപ്പോൾ അത്തരത്തിലുള്ളൊരു പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് ആശയം വിശ്വസിക്കുന്ന തറവാട്ടിലെ സുധാകരനെ തള്ളിപ്പറഞ്ഞ പുതിയ നേതൃത്വം ഒട്ടും ഭൂഷണമല്ല എന്ന് കേരള ജനത മനസ്സിലാക്കിയത് കൊണ്ടും ആ ഒരു പിന്തുണ അമ്പലപ്പുഴ ഉള്ളത് കൊണ്ടുമാണ് പുള്ളി അവിടെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നത് തീരുമാനിച്ചത്. അവിടെ പുള്ളി ആരുടെ വോട്ടും, ചിലപ്പോൾ BJPയുടെ വോട്ട് കിട്ടാം, കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടാം, അപ്പോൾ കമ്മ്യൂണിസ്റ്റിൻ്റെ ബഹുഭൂരിപക്ഷം വോട്ടും കിട്ടും. ആലപ്പുഴയാക്കിയത് സുധാകരനാണ്. അത് നമുക്ക് നിഷേധിക്കാൻ ഒക്കില്ല. കാരണം 74 ശ്രീമതി ഇന്ദിരാഗാന്ധി നാഷണൽ ഹൈവേക്ക് കല്ലിട്ടതാണ് തുറ വഴിയുള്ള ആ റോഡ്. അത് യാഥാർത്ഥ്യമാക്കിയത് സുധാകരൻ്റെ ഒറ്റ കഴിവാണ്. നമുക്കറിയാം, ആലപ്പുഴ സിറ്റി വഴി താങ്കൾ ആലപ്പുഴ താമസക്കാരനാണ്. ആ ട്രാഫിക് ജാം, അതിനൊരു പരിഹാരം നിരന്തരം മാത്രമല്ല, അവിടെ പണ്ട് പൂട്ടിപ്പോയ സ്കൂട്ടേഴ്സ് കേരള പോലുള്ള ഫാക്ടറികളൊക്കെ സഹകരണ എഞ്ചിനീയറിംഗ് കോളേജും ആശുപത്രിയൊക്കെയായിട്ടൊക്കെ മാറ്റി. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു ഒറ്റ കഴിവിന്റെ. അത് മാത്രമല്ല, താങ്കൾ തന്നെ ആലപ്പുഴ സ്വദേശി ആയതുകൊണ്ടും കൊച്ചിയോട് അടുത്ത് കിടക്കണമുണ്ടും അവിടുത്തെ ഈ കയർ പിരിക്കുന്ന പാവങ്ങളായ തൊഴിലാളികൾ, അവർക്ക് വേണ്ടിയുള്ള സഹകരണ സംഘങ്ങളെ പുനർജീവിപ്പിച്ചു. ഒത്തിരി എനിക്കറിയാവുന്ന തോട്ടപ്പള്ളി അതുപോലുള്ള പ്രദേശങ്ങളിൽ ഉള്ള സഹകരണ സംഘങ്ങളെ പുള്ളി ഗവൺമെൻറ് ഗ്രാൻഡ് കൊടുത്തുകൊണ്ട് ഉണർന്ന് ഇന്ന് പഴയതുപോലെ കയർ എക്സ്പോർട്ടുണ്ട്. വിദേശ നാണ്യങ്ങളിൽ നമ്മുടെ തറയിലിടുന്ന കയർമേറ്റും നമ്മുടെ കർട്ടനുകളും എല്ലാം ഇന്ന് ആലപ്പുഴ ഒരു ബാലരാരം കക്തറി വ്യവസായം പോലെ, കണ്ണൂർ പോലെ കയർ വ്യവസായത്തിൻ്റെ ഒരു ഹബ്ബ് വിദേശ രാജ്യങ്ങളിൽ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി കൊടുത്തത് സുധാകരനാണ്. ഉറപ്പ്. ആ ഒരു ഇതിലാണ് സുധാകരൻ ഇന്നും ഉള്ളിൻ്റെ ഉള്ളിൽ സഖാവാണ്. ആ പാർട്ടിയുടെ ആ മൂലധനത്തിൽ, വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൽ ഉറച്ചു നിൽക്കുന്ന സഖാവ്. അദ്ദേഹം ഇതുവരെയും കമ്മ്യൂണിസത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആകെ തള്ളിപ്പറഞ്ഞിട്ടുള്ളത് പുതിയ നേതൃത്വത്തെ, ഇളമരം കരീം എന്ന് പറയുന്ന ആ കമ്മീഷനെ. കള്ള കമ്മീഷൻ റിപ്പോർട്ടാണ് ശ്രീ ഇളമരം കരീം കൊടുത്തിട്ടുള്ളത് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്.
അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഒരു ജിഹാദി രാഷ്ട്രീയം സുധാകരന് ഹൈന്ദവീയ വിശ്വാസം ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ, ചില BJP RSS നേതാക്കളുമായിട്ടുള്ള ബന്ധം ഉണ്ടോ എന്നുള്ള സംശയനിഴലുള്ളത് കൊണ്ടാണ് ട്രേഡ് യൂണിയൻ ലീഡറായിട്ടുള്ള ഇളമരം കരീം എന്ന് പറയുന്ന ആ മുഖം മൂടി അണിഞ്ഞ സഖാവ്, അദ്ദേഹം ഒന്നും കമ്മ്യൂണിസത്തിന് ചെയ്തിട്ടുള്ള നേതാവല്ല ഇളമരം കരീം, ആ മത രാഷ്ട്രത്തിൻ്റെ പേരിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ ചില പിന്നാമ്പുറങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ശക്തമായ ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഈ സുധാകരനെ പോലുള്ളവർ പാർട്ടിയിൽ നിന്ന് അകത്തിയിട്ട് ഒരു ജിഹാദി രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റത്തിൽ കടത്തിവിടുവാൻ ശ്രമിച്ചതിൻ്റെ കള്ള റിപ്പോർട്ട് കമ്മീഷൻ നിയോഗിച്ചതിൻ്റെ കള്ള റിപ്പോർട്ടിലാണ് സുധാകരനെതിരെ നടപടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കമ്മ്യൂണിസത്തെ തള്ളിപ്പറയുന്നില്ല, നല്ലൊരു തത്വശാസ്ത്രമാണ്, ലോകത്തിൽ പരിവർത്തനം കൊണ്ടുവന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്കെതിരെ പ്രവർത്തിച്ച ചില നേതാക്കളെ ഞാൻ തള്ളിപ്പറയുകയുള്ളൂ. അതിൽ പിണറായി ഉണ്ട്, ഗോവിന്ദമാഷുണ്ട്, ഇളമരം കരീമുണ്ട്, ഇപ്പോഴത്തെ LDF കൺവീനറുണ്ട്. അതുകൊണ്ട് ഇന്നും സുധാകരൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നിന്ന് അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പിനെ നേരിടും. അമ്പലപ്പുഴയുടെ ഒരു പൾസ് എനിക്കറിയാമെന്നുള്ളത് കൊണ്ട് സുധാകരൻ അസംബ്ലിയിൽ എലക്ട് ചെയ്ത് തന്നെ വരും. നമ്മളെ KK രമ എങ്ങനെയാണോ ജയിച്ചു വന്നിട്ടുള്ളത് അതേപോലെ സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് ജയിക്കും. ഈ CPM-നെ കുറിച്ച് പൊതുവെയുള്ളൊരു ആക്ഷേപം, ഇതിന് ഈ കണ്ണൂർ നേതാക്കൾ മൊത്തത്തിൽ അങ്ങ് ഹൈജാക്ക് ചെയ്യുന്നു. കണ്ണൂരിൽ നിന്നുള്ള മുഖ്യമന്ത്രി, കണ്ണൂരിൽ നിന്നുള്ള പാർട്ടി സെക്രട്ടറി, ഇപ്പോൾ MA ബേബി ദേശീയ സെക്രട്ടറി ആണെങ്കിൽ തന്നെ മറ്റാളില്ലാത്തത് കൊണ്ട് ദേശീയ സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ അതും ഒരു കണ്ണൂർ നേതാവ് തന്നെ വന്നേനെ. തീർച്ചയായും. അപ്പോൾ ഇത് ഈ പറയുന്ന മറ്റ് പ്രദേശങ്ങളിലുള്ളവരെ അല്ലെങ്കിൽ കണ്ണൂർ ലോബിയുടെ കീഴിൽ വരാത്ത മൊത്തം ഉള്ളവരെ ഈ വെട്ടിനിരത്തുക എന്ന് പറയുന്നൊരു അതിൻ്റെ ഇരയാണോ സുധാകരൻ? അങ്ങനെ നമ്മൾ ചിത്രീകരിക്കേണ്ടതുണ്ടോ? ആണ്. അതിനിപ്പോൾ നമുക്ക് AKG സെൻറ്ററിൻ്റെ പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനം തന്നെ വരുമ്പോൾ താങ്കൾക്കറിയാം, ലേഖകൻ അറിയാമല്ലോ, അവിടെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ഉണ്ടായിരുന്നു, MA ബേബി അദ്ദേഹം, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഉണ്ടായിരുന്നു. അവരെല്ലാം നിന്നത് എത്രാമത്തെ വരിയിലാണ്? പാർട്ടിയാണ് ഏറ്റവും വലുതെന്നും പാർട്ടിയാണ് കോടതിയെന്നും വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം അവിടെ ഏകാധിപതിയായി പതാക ഉയർത്തി അകത്ത് കയറിയത് CM ആണ്. പാർട്ടി സെക്രട്ടറി, സെൻട്രൽ സെക്രട്ടറിക്കോ സ്റ്റേറ്റ് സെക്രട്ടറിക്കോ ഒരു പവറും അവിടെ ഇല്ല. ഗോവിന്ദൻ മാഷ് ഒരു മൂന്നാമത്തെ ലൈൻ റൗണ്ടിൻ്റെ അവിടെയാണ് നിന്ന, സാധാരണ ഒരു സഖാവ് നിൽക്കും പോലെ. MA ബേബി അതിനും അപ്പുറത്താണ് നിന്നത്. അപ്പോൾ പാർട്ടിക്ക് ഉപരി ഒരു ഘടകം, വ്യക്തി താല്പര്യവും ഞാനാണ് പാർട്ടി എന്നുള്ളൊരിത് CM-ൻ്റെ നേതൃത്വത്തിലായിരുന്നു പുതിയ പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനം നടന്നത്. ആ ഒരു നമുക്ക് പരിശോധിക്കുകയാണ് എങ്കിൽ പാർട്ടിയുടെ എല്ലാം CM-ഉമാണ്, CM പറയുന്ന ചില പിണിയാളുകളുമാണ്. അവിടെ പാർട്ടി ഗോവിന്ദൻ മാഷക്ക് ഒരു പരിധിവരെ സംസാരിക്കുവാൻ അധികാരമുള്ളൂ. അത് കഴിഞ്ഞാൽ ഗോവിന്ദൻ മാഷക്ക് ഫോൺ വരും. അതേപോലെ തന്നെ MA ബേബി അദ്ദേഹത്തിന് ഒരു പരിധിവരെ സംസാരിക്കാൻ നോക്കുകയുള്ളൂ. പക്ഷെ സുധാകരനെ പോലുള്ള ക്രെഡിബിലിറ്റിയുള്ള ഒരു ലീഡർഷിപ്പിലുള്ളവർ, അഴിമതിയുടെ ലേശം പോലും കറ പുരളാത്ത, താങ്കൾക്ക് ഓർമ്മ കാണും, ഏതോ ഒരു ഉന്നത പദവിയിൽ ഭാര്യ ഇരുന്ന ഉടനെ പ്രശ്നം വന്നപ്പോൾ രാജിവെക്കാൻ പറഞ്ഞ ഒരു ആദർശശുദ്ധിയുള്ള നേതാവാണ് G സുധാകരൻ. ഭാര്യ ഉടനെ രാജിവെച്ചു. അതേസമയം KK രാജേഷിൻ്റെ ഭാര്യ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്, അവർ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. മാഷയുടെ ഭാര്യ ഒരു വ്യവസായി തൂങ്ങി മരിച്ചു എളന്തൂർ നഗരസഭയിൽ, മാഷയുടെ ഭാര്യ രാജിവെച്ചിട്ടില്ല. സാജൻ രാജിവെച്ചിട്ടില്ല. മാഷ് രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ വച്ച് നോക്കുകയാണെങ്കിൽ ആദർശവാദികളായ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു സുധാകരനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ കൊച്ചിയിൽ നിന്ന് പോയി വരുന്ന വഴിക്ക് തോട്ടപ്പള്ളി, പുന്നപ്പുറ തുടങ്ങിയ മേഖലകളെല്ലാം വലിയ വലിയ ഫ്ലക്സുകൾ സുധാകരൻ സഖാവിന് വച്ചിരിക്കുന്നു. സഖാവ് എന്ന് പറഞ്ഞ് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു ജനപിന്തുണ അമ്പലപ്പുഴ ഉള്ളത് കൊണ്ടാണ് പുള്ളി അവിടെ സ്വതന്ത്രനായിട്ട് നിൽക്കുന്നത്. പുള്ളി ആദർശശക്തി ശകലം പോലെ ലേശം തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ പുള്ളി BJP-യിലേക്ക് വന്നേനെ, രാജേന്ദ്രൻ വന്നതുപോലെ. കോൺഗ്രസ്സുകാർ സമീപിച്ചപ്പോൾ, അവിടുത്തെ കോൺഗ്രസിൻ്റെ DCCയുടെ ആൾക്കാരെ സമീപിച്ചപ്പോൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറഞ്ഞു വിട്ടു, കോൺഗ്രസ്സിൽ പോയില്ല. അപ്പോൾ അദ്ദേഹത്തിനൊരു MLA ആകണമെങ്കിലോ MP ആകണമെങ്കിലോ രാജ്യസഭയിൽ നോമിനേഷൻ ചെയ്യണമെങ്കിലോ ഭാരതീയ ജനതാ പാർട്ടിയിൽ വന്നാലും സുഖമായിട്ടൊന്ന് ആവശ്യപ്പെട്ടാലും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലെ കമ്മ്യൂണിസം ഉള്ളത് കൊണ്ടാണ് ഒന്നിലും പോകാതെ ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കാമെന്ന് തീരുമാനമെടുത്തിട്ടുള്ള ധീര കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്
വളരെ പ്രത്യാഘാതങ്ങൾ കാഞ്ഞങ്ങാട് മുതൽ പാറശാല വരെ ഉണ്ടാവും. എല്ലാ മണ്ഡലം. കാരണം ഇത് നിസാരം ഒരു MP രാഘവൻ പോയതുപോലെ അല്ല, ഒരു KR ഗൗരിയമ്മ പോയതുപോലെ അല്ല. ഇപ്പോഴത്തെ ന്യൂജൻ കമ്മ്യൂണിസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിൽ, AIU യുഗത്തിൽ യുവാക്കൾ കുറച്ചൊക്കെ ആദർശം നോക്കുന്നതും വ്യക്തി പൂജകളുള്ള യുവാക്കളാണ് ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു യുഗത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പോകുമ്പോൾ DYFIയുടെ അകത്തും SFIയുടെ അകത്തും പുനർചിന്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച് ശരിയാണ്. ഇന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് കണ്ണൂരാണ്. CPM കണ്ണൂർ പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് എന്ന് പറയാം, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് എന്നല്ല. അപ്പോൾ ആ രീതിയിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ലീഡർഷിപ്പ് കണ്ണൂർ, DYFI ലീഡർഷിപ്പ് കണ്ണൂർ, SFI ലീഡർഷിപ്പ് കണ്ണൂർ, പാർട്ടിയുടേത് ഗോവിന്ദമാഷ് കണ്ണൂർ, പാർട്ടിയുടെ സംസ്ഥാന CCയിൽ സെൻട്രൽ കമ്മിറ്റിയിൽ എല്ലാം EP ജയരാജൻ, എല്ലാം കണ്ണൂറുകാർ. അതുപോലെ വിവിധ അവരുടെ വർഗ ബഹുജന പ്രസ്ഥാനങ്ങളായ പുരോഗമന കലാ സാഹിത്യ സംഘം കണ്ണൂർ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ. അപ്പം ഈ മേഖല എല്ലാം ഇന്ന് കണ്ണൂരെന്ന് പറയുന്ന സ്ഥലമാണ്. തിരുവനന്തപുരം നമുക്ക് എടുത്തു നോക്കാം. ഏത് നേതാവാണ് ദേശീയ നിലവാരത്തിൽ തിരുവനന്തപുരം തലസ്ഥാനത്ത് നിന്നുള്ള അവരുടെ പ്രവർത്തന മണ്ഡലം AK സെൻട്രൽ തിരുവനന്തപുരമാണ്. പാർട്ടിയുടെ ബഹുജനങ്ങളിൽ ഏറ്റവും അടിത്തറയുള്ള തിരുവനന്തപുരമാണ്. ഏത് നേതാവായി ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ദേശീയ സംസ്ഥാന ലെവലിലുള്ള നേതാക്കൾ? ആരുമില്ല. പിന്നെ പാർട്ടിക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ MLA കൊടുത്തത് കൊല്ലമാണ്. കൊല്ലത്ത് നിന്ന് ഏത് നേതാവാണെന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലുള്ളത്, സംസ്ഥാന കമ്മിറ്റിയിലുള്ളത്? ഇല്ല. ഈ രണ്ടും തിരുവനന്തപുരത്തുള്ള 13 MLAമാരും കൊല്ലത്തുള്ള MLAമാരുമാണ് കഴിഞ്ഞ രണ്ടാം പിണറായി ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണൂർ, കൂത്തുപറമ്പ്, പാനൂർ, പിണറായി, ധർമ്മടം തുടങ്ങിയ മേഖലകളുള്ളവരാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റിൻ്റെ PBയും CCയും കേരള സ്റ്റേറ്റ് മെമ്പർമാരും എല്ലാം. അപ്പോൾ ആ രീതിയിലൊരു തട്ടകമായി ഇന്ന് കണ്ണൂർ മാറിയിരിക്കുന്നത് സുധാകരൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സുധാകരനെ പോലുള്ള ഒരാൾ ഇനി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇതിലുണ്ട് എങ്കിൽ പിണറായി പോലുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ സുധാകരൻ അറിയാം, പുറത്താകും. അതുകൊണ്ട് പോകണമെങ്കിൽ പോട്ടെ. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കണം, എത്രയോ നേതാക്കൾ, ഇപ്പം കുഞ്ഞനന്തൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പിണറായി സഖാവ് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാജഹാൻ എന്ന് പറയുന്ന VSൻ്റെ സെക്രട്ടറി അദ്ദേഹത്തിന് ഫോണിൽ വിളിച്ചിട്ടുണ്ട്. പല നേതാക്കളും അസ്വാരസ്യം വന്നപ്പോൾ പിണറായി ഫോണിൽ വിളിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ സുധാകരനെ ഒന്ന് ഫോണിൽ വിളിക്കുവാനോ പോകുന്ന വഴിക്ക് കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ഒന്ന് ആശ്വസിപ്പിക്കാനോ പിണറായി തയ്യാറായിട്ടില്ല. അത് കേരളത്തിലെ പുരോഗമനവാദികളായ കമ്മ്യൂണിസ്റ്റുകാർ ഒരു ചിന്താധാരയിലേക്ക് എത്തിയിട്ടുണ്ട്. സുധാകരനെ പോലുള്ളവർ വേറൊരു പാർട്ടി ഉണ്ടാക്കുമോ ഇല്ലേ എന്നുള്ളത് അറിഞ്ഞുകൂടാ, ഏതിലെങ്കിലും പോകുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷേ വ്യക്തിത്വമായ രീതിയിൽ ക്രെഡിബിലിറ്റി ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായി തന്നെ പാർട്ടിയെ തള്ളിപ്പറയാതെ സുധാകരൻ ഇന്നും ജീവിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.